ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഡിഫറൻസ് ഇൻ ക്ലാസിഫിക്കേഷൻ, പേജ് നമ്പർ 148, അതായത് വർഗീകരണത്തിലെ വ്യത്യാസങ്ങൾ എന്നുള്ള പാഠഭാഗമാണ്. പേജ് നമ്പർ 148. ഓക്കെ, 135ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്, ഹൗ വാസ് ദ ഏർലിയർ ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ്? എങ്ങനെയായിരുന്നു കിങ്ഡം പ്ലാന്റ് ആദ്യകാലങ്ങളിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏർലിയർ അതായത് ആദ്യകാലം. ദ കിങ്ഡം പ്ലാന്റ് വാസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ്. അതായത് കിങ്ഡം പ്ലാന്റയെ 5 ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ 5 ഡിവിഷനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ദേ ആർ തലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേസ്, ആൻജിയോസ്പേസ് എന്നിങ്ങനെയാണ് 5 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏർലി ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 136ാമത്തെ ചോദ്യം, ഇൻ വിച്ച് കാറ്റഗറി അലഗെ ആൻഡ് ഫംഗൈ വെർ ഇൻക്ലൂഡഡ് ഇൻ ദ ഏർലി പ്ലാന്റ് ഡിവിഷൻ? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണ് എന്താണ് പറയുന്നത്, ഫംഗസുകളെയും അതുപോലെ തന്നെ തലോഫൈറ്റയിൽ ആൽഗകളെയും ഫംഗുകളെയും എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ വിച്ച് കാറ്റഗറി ഏത് ഗ്രൂപ്പിലാണ് അലഗയും ഫംഗസ് വെർ ഇൻക്ലൂഡഡ്, അലഗയെയും ഫംഗസുകളെയും ഉൾപ്പെടുത്തിയിരുന്നത് ഇൻ ദ ഏർലി പ്ലാന്റ് ഡിവിഷൻ, പ്ലാന്റുകളുടെ ആദ്യ ഡിവിഷനുകളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലഗെ ആൻഡ് ഫംഗസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ തലോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ വിച്ച് കാറ്റഗറി അലഗെ ആൻഡ് ഫംഗൈ വെർ ഇൻക്ലൂഡഡ് ഇൻ ദ ഏർലി പ്ലാന്റ് ഡിവിഷൻ, ഏർലി അതായത് ആദ്യകാലങ്ങളിലുള്ള പ്ലാന്റ് ഡിവിഷനുകളിൽ ഏത് കാറ്റഗറിയിലാണ് അലഗയെയും ഫംഗസുകളെയും ഉൾപ്പെടുത്തിയിരുന്നെന്ന്. അലഗെ ആൻഡ് ഫംഗസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ തലോഫൈറ്റയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ വാക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ട്, തലോഫൈറ്റ എന്ന്. അപ്പോൾ എന്താണ് ഈ തലോഫൈറ്റ എന്ന് പറയുന്നത്? തലോഫൈറ്റ ഈസ് എ പ്ലാന്റ് ഗ്രൂപ്പ് വിച്ച് ആർ പ്രൈമർലി ഡിവിഷൻ ഓഫ് ദ കിങ്ഡം പ്ലാന്റ്. തലോഫൈറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. അത് എന്താണ്, പ്ലാന്റ് കിങ്ഡത്തിലെ ഒരു കൂട്ടമാണ്. ദേ ആർ കോമൺലി കോൾഡ് അലഗെ. സാധാരണയായി അവയെ അലഗെ എന്ന് വിളിക്കാറുണ്ട്. ദേ ലാക്ക് റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ വാസ്കുലർ പ്ലാന്റ്സ്. അവയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തലോഫൈറ്റയുടെ ഒരു പ്രത്യേകത, അവയ്ക്ക് എന്തെല്ലാം ഇല്ല, റൂട്ടുകളില്ല, സ്റ്റേമുകളില്ല, ലീവ്സ് ഇല്ല, അതുപോലെ തന്നെ വസ്കുലർ പ്ലാന്റ് അതർ പാർട്സ് ഓഫ് അതുപോലെ തന്നെ വസ്കുലർ പ്ലാന്റിന് ബാക്കിയുള്ള ഭാഗങ്ങളുള്ളതുപോലെ ഇല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസുകളെ കൊണ്ടാണ്. വൈ ഫംഗസ് വേർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം? എന്തുകൊണ്ടാണ് ഫംഗസുകളെ ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫംഗസ് വേർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് പ്ലാന്റ്സ് ദേ ആർ ഓട്ടോട്രോപ്സ് ആൻഡ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. അതായത് ഫംഗസ് വെർ പ്ലേസ്ഡ് ഇൻ എ സെപ്പറേറ്റ് കിങ്ഡം, ഫംഗസിനെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അവയ്ക്ക് മാത്രമുള്ള ചില സ്വഭാവ സവിശേഷത കൊണ്ടാണ്. ലൈക്ക് പ്ലാന്റ്സ് ദേ ആർ ഓട്ടോട്രോപ്സ്, അവ എന്താണ്, പ്ലാന്റുകളെ പോലെ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ആൻഡ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്, പലപ്പോഴും അവയ്ക്ക് ആവശ്യമായ ആഹാരം അവ എന്താ ചെയ്യുന്നത്, ഫോട്ടോസിന്തസിലൂടെയാണ് അവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഫംഗസ് ആർ ഹെട്രോട്രോപ്സ് മീനിങ് ദേ റിലേ ഓൺ പ്ലാന്റ്സ് ഓർ അനിമൽ ഫോർ ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫംഗസുകളെ ഹെട്രോട്രോപ്പസ് എന്ന് പറയുന്നു. ഹെട്രോട്രോപ്പസ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസിനും ന്യൂട്രിയൻസിനും അവ മറ്റ് ജീവജാലങ്ങളിൽ ആണ് നിലനിൽക്കുന്നത്. അതായത് ഈ ഫംഗസ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്, ഏതെങ്കിലും ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ആഹാരപദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങുന്ന ചെടികളുടെ അംശങ്ങളിലും മൃഗങ്ങളുടെ അംശങ്ങളിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ മറ്റ് മൃഗങ്ങളിലും ജീവജാലങ്ങളിലുമാണ് ഫംഗസ് അവയുടെ മിനറൽസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് അലഗെ വിച്ച് ഷെയർ മെനി ക്യാരക്ടറിസ്റ്റിക് വിത്ത് പ്ലാന്റ്സ് ആർ സ്റ്റിൽ ക്ലാസിഫൈഡ് വിത്തിൻ ദ കിങ്ഡം പ്ലാന്റ്. അതായത് ഈ ചില അലഗകളെ എന്താണ് കിങ്ഡം പ്ലാന്റയിൽ തന്നെ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഷെയർ മെനി ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് പ്ലാന്റ്സ്. അതായത് ഈ ചില അലഗകൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റുകളുടെ അതേ സ്വഭാവം കോമൺ ആയിട്ട് കാണിക്കുന്നു. അവയെല്ലാം ഇപ്പോഴും കിങ്ഡം പ്ലാന്റയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക്
തന്നിരിക്കുന്ന 140ാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ഹെർബിയം. ഹെർബിയം എന്ന് വെച്ചാൽ എന്താണ്? എ ഹെർബിയം ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് സ്പെസിമെൻസ് ആൻഡ് അസോസിയേറ്റഡ് ഡേറ്റ യൂസ്ഡ് സയൻറ്റിഫിക്കലി. അതായത് ഹെർബിയം എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് സ്പെസിമെൻസ്, അതായത് പ്ലാന്റുകളുടെ സ്പെസിമെനുകളാണ്. അതായത് ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു മോഡലാണ്. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് അസോസിയേറ്റഡ് ഡേറ്റ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി. അവയിലുള്ള ആ ഡേറ്റകളെല്ലാം സയൻറ്റിഫിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതായിട്ടും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഹെർബിയം എന്ന് പറയുന്നത് ഈ എന്താണ്, ശാസ്ത്രീയമായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം സ്പെസിമെനുകളാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 148ാമത്തെ പേജിൽ തന്നെ വാട്ട് ഈസ് സാൻഡ്രോകോട്ടസ് വിജയലക്ഷ്മി. അതായത് നമ്മൾ 148ാമത്തെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ചില ചെടികളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പേരുകളുടെ പ്രത്യേകത തന്നെ ഒന്ന് നോക്കുക. സാൻഡ്രോകോട്ടസ് വിജയകുമാരി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇറ്റ് ഈസ് എ ന്യൂ സ്പീഷീസ് ഓഫ് ബീറ്റിൽ ഡിസ്കവേർഡ് ഇൻ നെല്ലിയാമ്പതി. അതായത് നമ്മൾ മനസ്സിലാക്കുക, നെല്ലിയാമ്പതിയിൽ കണ്ട ഒരു തരം പുതിയ തരം വണ്ടിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, നെല്ലിയാമ്പതി ഏരിയകളിൽ കാണപ്പെടുന്ന ഒരു തരം പ്രത്യേക വണ്ടുകളുണ്ട്. ആ വണ്ടിന് വിളിക്കുന്ന പേരാണ് സാൻഡ്രോകോട്ടസ് വിജയകുമാരി എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റ്സിയ വാഗമോണിക്ക. അപ്പോൾ എന്താണ് ഈ ലിസ്റ്റിയ വാഗമോണിക്ക? ഇറ്റ് ഈസ് എ ന്യൂ പ്ലാന്റ് ഇൻ ദ കാറ്റഗറി ഓഫ് കുട്ടിപ്പനാൽ ഫ്രം വാഗമൺ. അതായത് ഇത് ഏതാണ്, വാഗമണ്ണിൽ കണ്ടെത്തിയ കുറ്റിപ്പാണൽ വിഭാഗത്തിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ്. അപ്പം ഈ ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത് എന്താണ്, വാഗമണ്ണ് ഏരിയയിൽ കാണപ്പെടുന്ന കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ വിഭാഗത്തിൽ കാണപ്പെടുന്ന ഒരു തരം സസ്യത്തെയാണ് എന്ത് പറയുന്നത്, ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണപ്പെടുന്നത് എന്താണ്, ബ്രൂസെത്തോവ ഇസ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബ്രൂസെത്തോവ ഇസ്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പാരസൈറ്റ് ഫൗണ്ട് ഇൻ ദ ഫിഷേഴ്സ് അറ്റ് കൊല്ലം കോസ്റ്റൽ ഏരിയ. അതായത് കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തുന്ന ഒരിനം പരാത ജീവി, അതിനെയാണ് എന്ത് പറയുന്നത്, ബ്രൂസെത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് തോന്നുന്നു. ഇതൊരു തമാശ പോലെ ആണെങ്കിൽ തന്നെയും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഈ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നെല്ലിയാമ്പതി, വാഗമൺ, കൊല്ലം തീരം, ഇവിടെയെല്ലാം മാത്രമായിട്ട് കാണപ്പെടുന്ന ചില ജീവജാലങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യുക, സാൻഡ്രോകോട്ടസ് ഇത് നമുക്ക് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിലും തരാം. ഈ 3 ചെടികളുടെയും പേര് എഴുതി വെച്ച് ഇത് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിയും വേണമെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞും വേണമെങ്കിൽ തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് ഉത്തരവാദിത്വത്തോടെ പഠിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും ഓർപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 144ാമത്തെ ചോദ്യം, ഹൗ എ ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം ഈസ് ക്ലാസിഫൈഡ്. എങ്ങനെയാണ് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു ജീവിയെ തരംതിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇഫ് എ ന്യൂ ഓർഗാനിസം ഈസ് ഡിസ്കവേർഡ്, അതായത് ഒരു പുതുതായിട്ട് ഒരു ജീവിയെ കണ്ടെത്തുകയാണെങ്കിൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഓർഗാനിസം ഈസ് എക്സാമിൻഡ്. ആ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ജീവിയുടെ സ്വഭാവത്തെ പഠിക്കുന്നു. ആൻഡ് കമ്പയർ വിത്ത് ദാറ്റ് ഓഫ് ദ അതർ നോൺ സ്പീഷ്യസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, താരതമ്യപ്പെടുന്നു വിത്ത് ദാറ്റ് ഓഫ് അതർ നോൺ സ്പീഷ്യസ്, മറ്റ് അറിയപ്പെടുന്ന ജീവജാലങ്ങളുമായിട്ട് താരതമ്യപ്പെടുന്നു. ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഇസ് ഡൺ. അതിനുശേഷം അവയുടെ തരംതിരിവ് നടക്കുന്നു. ദിസ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ബോഡി സ്ട്രക്ചർ ആൻഡ് ബയോമോളിക്യൂൾസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ ബാഹ്യപ്രകൃതി, ശരീരഘടനയിലെ സവിശേഷതകൾ, ജൈവ കണികകൾ, ഇവയെല്ലാം അതിൻ്റെ ഈ ജീവിയുടെ ഇതെല്ലാം അവർ പഠിക്കുന്നു. ഏതെല്ലാമാണ് പഠിക്കുന്നത്, ശരീരപ്രകൃതി, മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, പെക്യൂലിയാരിറ്റീസ് ഓഫ് ബോഡി സ്ട്രക്ചർ, അതായത് ശരീരഘടനയുടെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ബയോ മോളിക്യൂൾസ്, അതായത് അവയ്ക്കകത്തുള്ള ജൈവ കണികകളെക്കുറിച്ച് പഠിക്കുന്നു. കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ദ ഓർഗാനിസംസ് DNA വിത്ത് ദാറ്റ് ഓഫ് അതർ സ്പീഷ്യസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പുതുതായി കണ്ടെത്തിയ ജീവിയുടെ DNAയും മറ്റ് ജീവജാലങ്ങളുടെ DNAയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുന്നു, കമ്പയർ ചെയ്യുന്നു, അത് ഒന്ന് വിശകലനം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, താരതമ്യ പഠനം നടത്തുന്നു. ഇഫ് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഡിഫറൻസ്, അങ്ങനെയുള്ള ആ ഒരു താരതമ്യ പഠനങ്ങൾ, ഇഫ് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഡിഫറൻസ്, അവിടെ
ഒത്തിരി ജനറ്റിക് വ്യത്യാസങ്ങൾ ജനിതകപരമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺഫേംഡ് ദാറ്റ് ദിസ് ഓർഗാനിസം ബിലോങ്സ് ടു എ ന്യൂ സ്പീഷ്യസ്. ഇതിനെ എന്ത് പറയുന്നു? ഒരു പുതിയ സ്പീഷ്യസിലെ അംഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, വൺസ് ഇറ്റ് ഈസ് കൺഫേംഡ് ഇറ്റ് ഈസ് എ ന്യൂ സ്പീഷ്യസ്, ദിസ് ഡിസ്കവറി ഈസ് ദെൻ പബ്ലിഷ്ഡ് ഇൻ ആൻ ഇൻ്റർനാഷണൽ സയൻസ് ജേർണൽ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു പുതിയ ജീവജാലത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടെത്തിയ വിവരം എന്ത് ചെയ്യുന്നു? അന്തർദേശീയമായിട്ടുള്ള ഒരു സയൻസ് മാഗസിനിൽ എന്ത് ചെയ്യുന്നു? അത് പബ്ലിഷ് ചെയ്യുന്നു, ഒരു ജേർണലിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. അതിന് മെയ്ഡ് അവൈലബിൾ ടു ദ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആൻഡ് ദ ജനറൽ പബ്ലിക്. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? ശാസ്ത്ര ലോകത്തിനും സാധാരണ ജനങ്ങൾക്കും വേണ്ടി അവയുടെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു പുതിയ ജീവജാലത്തെ കണ്ടെത്തി അവയെ ക്ലാസിഫൈ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഓക്കെ.